ഹലോ എവ്രി വൺ. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം എക്സാം ഷെഡ്യൂൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എക്സാമിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിനുശേഷം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ലക്ഷ്യമിടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 2024 നവംബർ എക്സാമിനേഷൻ നടക്കുന്നത് ഡിസംബർ 16-ാം തീയതി, അതായത് തിങ്കളാഴ്ച 2 സെഷനായിട്ടാണ്. ഇപ്പോൾ കറസ്പോണ്ടിങ് ബ്രാഞ്ചസ് സമയം എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് നോക്കുക. ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മോർണിംഗ് സെഷനാണോ ആഫ്റ്റർനൂൺ സെഷനാണോ എക്സാം ഉള്ളതെന്ന് നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഇനി എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാം. അതായത് ആദ്യം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു 10 മിനിറ്റ് മുന്നേ വരെ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹാളിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വേഗം മിനി ഡ്രാഫ്റ്റർ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഡ്രോയിങ് ബോർഡിൽ ഫിക്സ് ചെയ്യുക. അതിനുശേഷം ഡ്രോയിങ് ഷീറ്റ് നിങ്ങൾക്ക് അവൈൽ ചെയ്തതിന് ശേഷം ഡ്രോയിങ് ഷീറ്റ് ഫിക്സ് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. സെല്ലോ ടൈപ്പും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതുക. ഇനി ബോർഡർ അതുപോലെ തന്നെ ടൈറ്റിൽ ബ്ലോക്ക് വരക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ലെഫ്റ്റ് സൈഡിൽ 20 mm, ബാക്കി 3 സൈഡിൽ 10 mm എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. 150x50 സൈസ് വരുന്ന ടൈറ്റിൽ ബ്ലോക്കിൻ്റെ അകത്ത് 10 കാര്യങ്ങൾ പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്യണം. അപ്പോൾ എക്സാമിന് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് ഒന്നും എൻ്റർ ചെയ്യാൻ പറ്റില്ല. നെയിം എന്നുള്ള ഭാഗത്ത് നെയിം എന്ന് തന്നെ എഴുതുക. കറസ്പോണ്ടിങ് ആയിട്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള, അതായത് രജിസ്റ്റർ നമ്പർ, കോളേജിൻ്റെ പേര്, ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ OMRൽ ആദ്യത്തെ 4 എക്സാം എഴുതിയപ്പോൾ തന്നെ ഒരു OMR ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ഷീറ്റിലാണ് ഫില്ല് ചെയ്യേണ്ടത്. അവസാനം എക്സാം കഴിഞ്ഞതിന് ശേഷം ഡ്രോയിങ് ഷീറ്റും ബുക്ക്ലെറ്റും കൂടെ നമ്മൾ നൂല് ഉപയോഗിച്ചിട്ട് ടൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, ഈ ടൈറ്റിൽ ബ്ലോക്കും അതുപോലെ തന്നെ ബോർഡറും ഒക്കെ വളരെ പെട്ടെന്ന് എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാം. ഇതൊരു റൂളാണ്. കുറേ നിയമങ്ങൾ പാലിച്ചതിന് ശേഷമാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വരച്ചു കഴിഞ്ഞാൽ പ്രത്യേകം കൂടുതൽ മാർക്കൊന്നും കിട്ടുമെന്ന് വിചാരിക്കരുത്. പക്ഷേ ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. കൂടെ തന്നെ ഈ ടൈറ്റിൽ ബ്ലോക്കിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളും ഒന്നും എഴുതരുത് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്രോയിങ്സ് എല്ലാം വരയ്ക്കേണ്ടത്. തിയറി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത് ബുക്ക്ലെറ്റിലാണ്. കറസ്പോണ്ടിങ് ബുക്ക്ലെറ്റിൻ്റെ പേജ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കുറച്ച് തിയറി ക്വസ്റ്റ്യൻസേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുണ്ടാവുള്ളൂ പാർട്ട് എയിൽ വരുന്നത്. നമുക്ക് പറയാം. ഞാൻ പറഞ്ഞു വന്നത്, ഈ ബോർഡറും ടൈറ്റിൽ ബ്ലോക്കും വൃത്തിയായിട്ട് ഇതുപോലെ തന്നെ എൻ്റർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സിമ്പിൾ ഓഫ് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ്റെ സിമ്പിളാണ് വരയ്ക്കേണ്ടത്. അതാണ് ഇപ്പോൾ സ്ലൈഡിൽ കാണിച്ചിട്ടുള്ളത്. ആ സിമ്പിൾ വളരെ വൃത്തിയായിട്ട് തന്നെ അവിടെ എന്ത് ചെയ്യുക, വരച്ച് വയ്ക്കാം. ഇനി എക്സാമിനേഷൻ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി കമ്പാരിറ്റീവ്ലി കുറച്ച് എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2022 നവംബറിൽ ചോദിച്ചിട്ടുള്ള ആഫ്റ്റർനൂൺ സെഷനിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 75 മാർക്കാണ് പരീക്ഷ. 3 മണിക്കൂറാണ് സമയം. അപ്പോൾ ആ 3 മണിക്കൂറിൽ ടൈറ്റിൽ ബ്ലോക്കും അതുപോലെ തന്നെ ബോർഡറൊക്കെ വരയ്ക്കാൻ വേണ്ടി ഒരുപാട് സമയം നിങ്ങൾ കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം നഷ്ടപ്പെടും എന്നുള്ള കാര്യം ഞാനൊന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് വേണം ഇനീഷ്യൽ കാര്യങ്ങൾ ചെയ്യാൻ. 3 മണിക്കൂറിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഓർമ്മിപ്പിക്കുക. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ A2 ഷീറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡാറ്റാസ്, ചെറിയ ഏതെങ്കിലും വാല്യൂസ് മിസ്സിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്യൂട്ടബിൾ ആയിട്ട് അസ്യൂം ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് വരയ്ക്കണം എന്നുള്ളത് അവിടെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സ്കെച്ചസ് അക്കമ്പനി ചെയ്തിട്ടുണ്ട്, കുറച്ച് ഫിഗേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കണം എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യേണ്ടത്. ഇനി പാർട്ട് എയിലേക്ക് വരാം. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ 5 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എയിൽ ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വീതം എന്നുള്ള രീതിയിൽ. ഈ 5 ക്വസ്റ്റ്യൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ബാക്കി സബ്ജക്റ്റിനെ പോലെ തിയറി നിങ്ങൾ ഒരുപാട് വായിച്ച് പഠിക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴും പ്രാക്ടിക്കലായിട്ട്, അതായത് വരച്ച് പഠിച്ചിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നതാണ്. അതായത് ഒരുപാട് ടോപ്പിക്കിൽ പാർട്ട് ബിയിലും പാർട്ട് സിയിലും ഒക്കെ നിങ്ങൾക്ക് ഡ്രോയിങ്സ് ആണ് വരുന്നുണ്ടാവുക. അപ്പോൾ അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നുള്ളത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഫസ്റ്റ് പാർട്ടിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസ് യൂസ്ഡ് ഇൻ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. അതായത് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലെ സ്കെയിലല്ല. നിങ്ങൾക്കറിയാം, റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഒരു വലിയ ഫിഗറിനെ ചെറുതാക്കി വരയ്ക്കാൻ, ചെറിയ ഫിഗറിനെ വലുതാക്കി വരയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസ് യൂസ് ചെയ്യാറുണ്ട്. ആക്ച്വലി ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആ ടൈപ്പ് ഓഫ് സ്കെയിലും അല്ല. നമ്മൾ സ്കെയിൽസിനെ ജനറലായിട്ട് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്ലെയിൻ സ്കെയിൽ, ഡയഗണൽ സ്കെയിൽ, അതുപോലെ തന്നെ വെർണിയർ സ്കെയിൽ എന്നുള്ള രീതി. പിന്നെ ഐസോമെട്രിക് പ്രൊജക്ഷൻസ് വരയ്ക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഐസോമെട്രിക് സ്കെയിൽ എന്നുള്ള രീതിയിലും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ
എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എക്സാക്ട് ആൻസർ ആക്ച്വലി പ്ലെയിൻ സ്കെയില്, വെർണിയർ സ്കെയില്, അതുപോലെ തന്നെ ഡയഗണൽ സ്കെയില്, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ ഐസോമെട്രിക് സ്കെയിലാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ രണ്ട് തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് വരാം. ഒന്നെന്താണ്, ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലെ സ്കെയിലല്ല. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള എൻലാർജ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് വരക്കുന്ന സ്കെയില് കറസ്പോണ്ടിങ് ആയിട്ട് വേറെ തന്നെ വരുന്നതാണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ടൈപ്സ് ഓഫ് സ്കെയിൽ യൂസ്ഡ് ഇൻ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്. കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട, സിമ്പിളായിട്ട് ഈ കറസ്പോണ്ടിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്, പ്ലെയിൻ സ്കെയിൽ, ഡയഗണൽ സ്കെയിൽ, വെർണിയർ സ്കെയിൽ, അതുപോലെ തന്നെ ഐസോമെട്രിക് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്കെയിലുകളുടെ പേരാണ്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ ക്വാഡ്രന്റ് വെൻ എ പോയിന്റ് ഈസ് ബിലോ എച്ച് പി ആൻഡ് ബിഹൈൻഡ് വി പി. അപ്പം നിങ്ങൾക്കറിയാം 4 ക്വാഡ്രന്റുകളാണ് നമുക്കുള്ളത്. 4 ക്വാഡ്രന്റുകളാണ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കുള്ളത്. മാത്തമാറ്റിക്സിലൊക്കെ പഠിക്കുന്ന പോലെ തന്നെ 4 ക്വാഡ്രന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനും സെൻട്രൽ ഇത് വെർട്ടിക്കൽ പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ 4 ക്വാഡ്രന്റ്സ് അവൈലബിൾ ആണ്. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഉള്ളത് ഫോർത്ത് ക്വാഡ്രന്റ്. എല്ലായ്പ്പോഴും നമ്മൾ നോക്കുന്ന ഡയറക്ഷൻ റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്, എ പോയിന്റ് ഈസ് ബിലോ എച്ച് പി ആൻഡ് ബിഹൈൻഡ് വി പി. ഹൊറിസോണ്ടൽ പ്ലെയിന് താഴെ, അപ്പോൾ ഒന്നെങ്കിൽ തേർഡ് ആവാം അല്ലെങ്കിൽ ഫോർത്ത് ആവാം. പിന്നെ എന്തുകൂടെ പറഞ്ഞു, ബിഹൈൻഡ് വി പി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ക്വാഡ്രന്റ് മാത്രമേ വരുള്ളൂ. അതായത് ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെ താഴെയാണ്, വെർട്ടിക്കൽ പ്ലെയിൻ്റെ പിറകിലാണ്. അപ്പോൾ ഏത് ക്വാഡ്രന്റ് ആയിരിക്കും? തേർഡ് ക്വാഡ്രന്റ് ആണ് ഈ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ഏത് ക്വാഡ്രന്റ് വേണമെന്നുണ്ടെങ്കിലും എക്സാമിന് എന്ത് ചെയ്യാം, ചോദിക്കാം. ഫസ്റ്റ് ക്വാഡ്രന്റ് എബോവ് എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നുള്ള രീതിയിലും, സെക്കൻഡ് ക്വാഡ്രന്റ് എബോവ് എച്ച് പി ബിഹൈൻഡ് വി പി എന്നുള്ള രീതിയിലും, തേർഡ് ക്വാഡ്രന്റ് ബിലോ എച്ച് പി ബിഹൈൻഡ് വി പി എന്നുള്ള രീതിയിലും, ഫോർത്ത് ക്വാഡ്രന്റ് ബിലോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നുണ്ട്. മലയാളത്തിൽ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഏത് ക്വാഡ്രന്റ് ചോദിച്ചു കഴിഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റും. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് എങ്ങനെയാണ് പറയുക, ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പ്ലെയിൻ്റെ മുകളിലാണ്, വെർട്ടിക്കൽ പ്ലെയിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എബോവ് ഹൊറിസോണ്ടൽ പ്ലെയിൻ അഥവാ എബോവ് എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വെർട്ടിക്കൽ പ്ലെയിൻ, IFO എന്നുള്ള രീതിയിൽ നമ്മൾ ഷോർട്ടായിട്ട് എഴുതാറുണ്ട്. അങ്ങനെ ഓരോന്നും ക്വാഡ്രൻസ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെയും വെർട്ടിക്കൽ പ്ലെയിൻ്റെയും ജംഗ്ഷനിൽ അല്ലെങ്കിൽ അതിൻ്റെ രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റിൽ ഒരു റഫറൻസ് ലൈൻ ഉണ്ടാവും. ആ റഫറൻസ് ലൈൻ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, എക്സ് വൈ ലൈൻ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ്, വാട്ട് യു മീൻ ബൈ റഫറൻസ് ലൈൻ എന്നാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലുള്ള ആ കറസ്പോണ്ടിങ് ലൈൻ അഥവാ അതാണെന്ത്, റഫറൻസ് ലൈൻ. അതിന് നമ്മൾ എക്സ് വൈ ലൈൻ എന്നുള്ള രീതിയിൽ യൂഷ്വലി എന്ത് ചെയ്യാറുണ്ട്, റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ തേർഡ് ക്വാഡ്രന്റ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് എനി ഫോർ കോണിക് സെക്ഷൻസിന് എക്സാമ്പിൾ. കോണിക് സെക്ഷൻ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റൈറ്റ് സർക്കുലർ കോൺ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ഒബ്ജക്ട്സ് കിട്ടും. അപ്പോൾ ആദ്യം സർക്കിള്, രണ്ടാമത്തത് എലിപ്സ്, പാരാബോള, ഹൈപ്പർബോള. അതിൽ എലിപ്സിൻ്റെയും പാരാബോള കൺസ്ട്രക്ഷൻ മെത്തേഡ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. വേറെ രണ്ട് കോണിക് സെക്ഷൻ്റെ പേരും കൂടെ പഠിച്ചു വെക്കുക. സർക്കിളും അതുപോലെ തന്നെ ഹൈപ്പർബോളയും കോണിക് സെക്ഷൻസിന് എക്സാമ്പിളാണ്. അപ്പോൾ ഈ രീതിയിൽ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ. പിന്നെ അവസാനം ഓട്ടോ കാഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഓട്ടോ കാഡിൻ്റെ ബന്ധപ്പെട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് അബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റമാണ്, രണ്ടാമത്തത് റിലേറ്റീവ് കോർഡിനേറ്റ് സിസ്റ്റമാണ്, മൂന്നാമത്തത് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. ഇത് മേ ബി നിങ്ങൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 0 0, അതായത് ഒരു കോമൺ റെഫറൻസ് ആയിട്ടുള്ള 0 0നെ ബേസ് ചെയ്തിട്ട് എല്ലാ ഡിസ്റ്റൻസ് കൊടുക്കുക. റിലേറ്റീവ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ ഉള്ള പോയിന്റ് ആയിരിക്കും നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അടുത്ത ഡിസ്റ്റൻസ് എടുക്കുന്നുണ്ടാവും. പിന്നെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ആംഗിളും കാര്യങ്ങളും വരുന്ന രീതിയിലുള്ള കറസ്പോണ്ടിങ് കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ ആ പേരുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓട്ടോകാഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം, അബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റം, റിലേറ്റീവ് കോർഡിനേറ്റ് സിസ്റ്റം, അതുപോലെ തന്നെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്നുള്ള രീതിയിലുള്ള 3 കോർഡിനേറ്റ് സിസ്റ്റമാണ്. അപ്പോൾ ഇത്തരത്തിൽ പാർട്ട് എയിൽ 5 തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ഇത് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കുക. 5 മാർക്ക് മാത്രമാണുള്ളത്. നമ്മുടെ ആൻസർ ബുക്ക്ലെറ്റിലാണ് ആൻസർ ചെയ്യേണ്ടത്, വരയ്ക്കേണ്ടത് ഡ്രോയിങ് ഷീറ്റിലാണെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇനി പാർട്ട് ബിയിലേക്ക് വരാം. പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ 8 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് ബി സെക്ഷനിൽ നമുക്ക് യൂഷ്വലി ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ യൂഷ്വലി ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നാണ് ചോദിക്കാറുള്ളത്. അത് 5-ാമത്തെയും 6-ാമത്തെയും 7-ാമത്തെയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ 8 മാർക്കിൻ്റെ 7 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും 5 എണ്ണമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാണ്, 7 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും 5 എണ്ണമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ മൊഡ്യൂൾ 1 നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. 4 ക്വസ്റ്റ്യൻ മൊഡ്യൂൾ 1 നിന്നും 3 ക്വസ്റ്റ്യൻ മൊഡ്യൂൾ 2 നിന്നും ആയിരിക്കും. അപ്പോൾ ആ മൊഡ്യൂൾ 1 നിന്ന് വരുന്ന അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള 4 ക്വസ്റ്റ്യനും അതിൻ്റെ കറസ്പോണ്ടിങ് ആൻസറും മാത്രം നമുക്കൊന്ന് പറഞ്ഞു പോകാം.
ആദ്യം ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്തു, ഒരു റെഗുലർ ഹെപ്റ്റഗൺ വരയ്ക്കാൻ വേണ്ടി ചോദിച്ചു 50 mm. റെഗുലർ ഹെപ്റ്റഗൺ 50 mm സൈസിൽ ഏത് പോളിഗൺ വേണമെന്നുണ്ടെങ്കിൽ വരയ്ക്കാൻ ചോദിക്കാം. നമുക്ക് യൂഷ്വലി അറിഞ്ഞിരിക്കേണ്ട പോളിഗൺ 5 സൈഡഡ് പോളിഗൺ ആയിട്ടുള്ള പെൻറ്റഗൺ, 6 സൈഡഡ് പോളിഗൺ ആയിട്ടുള്ള ഹെക്സഗൺ, 7 സൈഡഡ് പോളിഗൺ ആയിട്ടുള്ള ഹെപ്റ്റഗൺ, 8 സൈഡഡ് പോളിഗൺ ആയിട്ടുള്ള ഒക്ടഗൺ ആണ് നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടി അറിഞ്ഞിരിക്കേണ്ടത്. ഏത് മെത്തേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയാൽ മതി, വരയ്ക്കാൻ വേണ്ടി സാധിച്ചാൽ മതി. പിന്നെ രണ്ടാമതായിട്ട് ചോദിച്ചിട്ടുള്ളത് റെക്ടാങ്കുലർ മെത്തേഡിൽ എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ കാണിച്ച പോലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇത്തരത്തിലൊരു ഹെപ്റ്റഗൺ വരയ്ക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 mm സൈഡുള്ളതാണ്. 40 mm സൈഡുള്ള ഒരു റെഗുലർ ഹെപ്റ്റഗൺ വരയ്ക്കുമ്പോൾ അത്യാവശ്യം ഒരുപാട് സൈസ് കൺസ്യൂം ചെയ്യും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ 40 mm റെഡ്യൂസ് ചെയ്തിട്ട് സ്കെയിൽ 1:2 യൂസ് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞ റെഡ്യൂസിങ് സ്കെയിലായിട്ടുള്ള സ്കെയിൽ 1:2 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 40 mm പകരം നിങ്ങൾ എത്ര എടുത്താൽ മതി, 20 mm എടുത്തിട്ട് വരയ്ക്കുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ്, നിങ്ങൾ നിർബന്ധമില്ല. അതായത് എപ്പോഴെങ്കിലും ഫിഗറിൻ്റെ സൈസ് ഒരു പരിധിക്ക് അപ്പുറം വലുതായി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സെൽഫായിട്ട് മനസ്സിലാക്കിയ ഫിഗർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സ്കെയിൽ 1:2 എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. നമ്മൾ ടൈറ്റിൽ ബ്ലോക്കിൽ സ്കെയിൽ 1:1 എന്ന് എഴുതെങ്കിലും ഏതെങ്കിലും ഒരു ഫിഗർ മാത്രം നമുക്ക് ചെറുതാക്കി വരയ്ക്കണം. ഇപ്പോൾ ഈ റെഗുലർ ഹെപ്റ്റഗൺ നമുക്ക് ചെറുതാക്കി വരയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്കെയിൽ 1:2 യൂസ് ചെയ്തിട്ട് വരയ്ക്കുക. എന്നിട്ട് ആ ഫിഗറിൻ്റെ താഴെ സ്കെയിൽ എത്രയാണോ നിങ്ങൾ സ്കെയിൽ യൂസ് ചെയ്തെന്നുള്ളത് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതിക്കും. സ്കെയിൽ 1:2 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ എന്ത് ചെയ്യുക, സ്കെയിൽ 1:2 എന്ന് എഴുതുക. 40 mm തന്നെയാണ് ഡയമെൻഷൻ ചെയ്യേണ്ടത്, പക്ഷേ നിങ്ങൾ വരയ്ക്കുന്നുണ്ടാവുക 20 mm എന്നിട്ട് താഴെ സ്കെയിൽ എഴുതി വെച്ചാൽ മതി. ഇതുപോലെ ഏത് പോളിഗൺ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു സെക്ഷനിൽ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ചോദിക്കാം. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എലിപ്സിൻ്റെ കൺസ്ട്രക്ഷൻ ആയിരുന്നു. കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ മേജർ ആക്സിസ് ലെങ്ത്തും മൈനർ ആക്സിസ് ലെങ്ത്തും ക്വസ്റ്റ്യൻ തന്നു. എന്നിട്ട് റെക്ടാങ്കുലർ മെത്തേഡിൽ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങൾക്കറിയാം 3 മെത്തേഡിൽ നമുക്ക് എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യാനുണ്ട്. ഒന്ന് റെക്ടാങ്കുലർ മെത്തേഡാണ്, രണ്ടാമത്തത് കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ്, മൂന്നാമത്തത് എസെൻട്രിസിറ്റി മെത്തേഡ്. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡാണ് യൂഷ്വലി ചോദിക്കാറുള്ളത്. 3 മെത്തേഡും പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് പാരബോളയുടെ കൺസ്ട്രക്ഷനാണ്. പാരബോളയുടെ കൺസ്ട്രക്ഷൻ മെത്തേഡ് ഇവിടെ ചോദിച്ചിട്ടുള്ള എസെൻട്രിസിറ്റി മെത്തേഡിനെ ബേസ് ചെയ്തിട്ട് ഒരു പാരബോള കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പാരബോളയുടെ കേസിൽ 2 കൺസ്ട്രക്ഷൻ മെത്തേഡാണുള്ളത്. ഒന്ന് ടാൻജന്റ് മെത്തേഡും രണ്ടാമത്തെ എസെൻട്രിസിറ്റി മെത്തേഡും. അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ടാവും. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഇൻവല്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ഇൻവല്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഈ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഡയമെൻഷനിങ്ങിന് ഒരു മാർക്കും കറസ്പോണ്ടിങ് ഫിഗറിന് വേറെ മാർക്കും എന്നുള്ള രീതിയിലായിരിക്കും ആ കറസ്പോണ്ടിങ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. ഇനി പാരബോളയുടെ എസെൻട്രിസിറ്റി മെത്തേഡിൽ ഇവിടെ 60 mm എന്നാണ് കറസ്പോണ്ടിങ് ഫോക്കസ് മുതൽ ഡയറക്ട്രിക്സ് വരെയുള്ള ദൂരം തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം പാരബോളയുടെ കേസിൽ എസെൻട്രിസിറ്റിയുടെ വാല്യൂ തരില്ല. കാരണം എല്ലായ്പ്പോഴും നിങ്ങൾ അറിയണം എസെൻട്രിസിറ്റിയുടെ വാല്യൂ പാരബോളയുടെ കേസിൽ എസെൻട്രിസിറ്റിയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ പോയിന്റിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ദൂരം തുല്യമായിരിക്കും ആ കേസിൽ. എസെൻട്രിസിറ്റി എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. യൂഷ്വലി എസെൻട്രിസിറ്റിയുടെ വാല്യൂ കൂടെ ഇതിൽ തരാറുണ്ട്, പക്ഷെ എലിപ്സിൻ്റെ കേസിലാണ് എസെൻട്രിസിറ്റിയുടെ വാല്യൂ തരിക. അപ്പോൾ ഇവിടെ തന്നില്ല എന്ന് കരുതരുത്. പാരബോളയുടെ കേസിൽ എസെൻട്രിസിറ്റിയുടെ വാല്യൂ 1 നിങ്ങൾ എടുക്കണം. ആ രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്യേണ്ടത്. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ പോലെ ഇൻവല്യൂട്ട് ആയിരുന്നു. റെക്ടാങ്കിളിൻ്റെ 30 mm ലെങ്ത്തും 20 mm അടുത്തുള്ളൊരു ഇൻവല്യൂട്ട് വരയ്ക്കാണ്. അപ്പോൾ ഈ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ ഈ രീതിയിലാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നാണ് വരാറുള്ളത്. ഇനി ഇതിൽ ഇവിടെ കൊടുക്കാത്തൊരു ടോപ്പിക് ഉള്ളത് ഹെലിക്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ നിന്ന് ഹെലിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 4 ക്വസ്റ്റ്യൻസ് എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് റെഗുലർ പോളിഗണിൻ്റെ കൺസ്ട്രക്ഷൻ, എലിപ്സിൻ്റെ 3 മെത്തേഡുകൾ, പാരാബോളയുടെ 2 മെത്തേഡുകൾ, ഇൻവല്യൂട്ട് വരയ്ക്കാൻ അറിയുക, അതുപോലെ തന്നെ ഹെലിക്സ് വരയ്ക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 4 ക്വസ്റ്റ്യൻ അഥവാ ടോട്ടൽ 32 മാർക്ക് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. പിന്നെ റെയർ ആയിട്ട് മാത്രം ചിലപ്പോൾ ഈ ഡയമെൻഷനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് തിയറി കാര്യങ്ങളും കൂടെ ഏതോ 1-2 എക്സാമിന് മാത്രം ചോദിച്ചിട്ടുണ്ട്. പോളിഗൺ ചോദിക്കുന്നതിന് പകരമായിട്ട് എന്ത് ചെയ്തു, ഈ ഡയമെൻഷനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തിയറി ക്വസ്റ്റ്യൻ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഒരു സാമ്പിൾ ഫിഗർ എക്സാമ്പിളായിട്ട് വരച്ചിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ റെഗുലർ ഹെപ്റ്റഗൺ അതുപോലെ തന്നെ 2 പോളിഗണൊക്കെ ചില സമയത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പക്ഷേ ഫസ്റ്റ് മൊഡ്യൂൾ നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 32 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 5-ാമത്തെയും 6-ാമത്തെയും 7-ാമത്തെയും ക്വസ്റ്റ്യൻ. അതിൽ 5-ാമത്തെ ക്വസ്റ്റ്യൻ എല്ലായ്പ്പോഴും പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് എന്നായിരിക്കും. വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് 2 രീതിയിൽ പഠിക്കാൻ പ്രോപ്പർ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് മനസ്സിലാക്കി പഠിച്ചവരുണ്ടാവും. ചിലർ ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡിൽ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടാവും.
അപ്പോൾ ദയവേത് ആൾറെഡി പ്രോപ്പറായിട്ട് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ് ക്ലിയർ ആയിട്ട് പഠിച്ചവർ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഷോർട്ട് കട്ട് മെത്തേഡ് നിങ്ങൾ മൈൻഡ് ചെയ്യരുത്, നിങ്ങൾ ആ ഭാഗം സ്കിപ്പ് ചെയ്യുക. ഇതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് ഒരു ഐഡിയ ഇല്ലാത്തവർ മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൾറെഡി ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ അവർ മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഒരു കോമൺ റെഫറൻസ് ലൈനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ പോയിന്റിന്റെ പ്രൊജക്ഷൻസ് വരയ്ക്കാനാണ്. നിങ്ങൾക്കറിയാം, ഒരു പോയിന്റിന്റെ കേസിൽ എ എന്ന് പറഞ്ഞ ഒരു പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ആണ് പ്രൊജക്ഷൻസിൽ നമ്മൾ വരയ്ക്കുക. എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂം ഒരു പോയിന്റ് ആയിരിക്കും, ടോപ്പ് വ്യൂം ഒരു പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട് വ്യൂ നമ്മൾ അടയാളപ്പെടുത്താറുള്ളത് സ്മോൾ ലെറ്റർ എ ഡാഷ് യൂസ് ചെയ്തിട്ടും ടോപ്പ് വ്യൂ നമ്മൾ സ്മോൾ ലെറ്റർ എ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാറ്, അടയാളപ്പെടുത്താറുള്ളത്. പിന്നെ ഒരു കോമൺ റെഫറൻസ് ലൈനാണ് എല്ലാം വരയ്ക്കാൻ വേണ്ടി പറയാറുള്ളത്. അപ്പോൾ എക്സ് വൈ ലൈൻ എന്നുള്ള രീതിയിൽ ഒരു കോമൺ റെഫറൻസ് ലൈൻ ആദ്യം തന്നെ വരച്ചു വെക്കുക. എന്നിട്ട് ഇവിടെ ആദ്യം പറയുന്നത് എന്താണ്, എ ഈസ് 20 mm എബോ എച്ച് പി, 25 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ വന്നെന്ന് ഞാൻ പറയുന്നില്ല, തൽക്കാലം ഷോർട്ട് ആയിട്ട് പറയുന്നു. എ എന്ന് പറഞ്ഞ പോയിന്റ് 20 mm എബോ എച്ച് പി ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നുണ്ടാവുക എക്സ് ലൈൻ 20 mm മുകളിലായിരിക്കും. എ ഡാഷ് അടയാളപ്പെടുത്തി 25 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞ് കറസ്പോണ്ടിങ് ആയിട്ട് ടോപ്പ് വ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ നമ്മൾ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഇവിടെ ആയിരിക്കും ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരിക്കും നമ്മുടെ ടോപ്പ് വ്യൂ കിട്ടുന്നുണ്ടാവും. അതിന് നമ്മൾ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, താഴേക്ക് പോകും. അത് ആ കൺസെപ്ച്വലി പഠിച്ചവർക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അറിയുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഫ്രണ്ട് വ്യൂ മുകളിലും കറസ്പോണ്ടിങ് ആയിട്ട് ടോപ്പ് വ്യൂ താഴെയാണ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒബ്ജക്റ്റ് വരുമ്പോൾ നമുക്ക് കിട്ടാറുള്ളത്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഞാൻ തൽക്കാലം പോകുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ആൾറെഡി വീഡിയോസ് ഒക്കെ നമ്മൾ അവൈൽ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, അത് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈ രീതിയിൽ എ ഡാഷ് മുകളിലും 7 താഴെയാണ്, 20 mm മുകളിലും 25 mm താഴെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി ഈസ് 20 mm എബോ എച്ച് പി. അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ 20 mm എബോവ് എച്ച് പി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടെ കൊടുത്തിട്ടുള്ള ആൻസർ റോങ് ആണ്. ബി ഈസ് 20 mm എബോ എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 mm മുകളിലായിട്ട് ബി ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടാവുക. ആൻഡ് ഈസ് ഇൻ വി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് ഈ വി പി ഉള്ള പോയിന്റ് ബി ആണ്. ഇവിടെ കൊടുത്തുള്ള ആൻസർ റോങ് ആണ്. 20 mm എബോ എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് മുകളിലും ആൻഡ് ഈസ് ഇൻ വി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് വൈ ലൈനിലുമാണ് വരുന്നുണ്ടാവുക. പിന്നെ സിയുടെ കേസ്, സി ഈസ് 25 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആൻഡ് ഈസ് ഇൻ എച്ച് പി. അപ്പോൾ ഇവിടെ കൊടുത്തുള്ള കറക്റ്റ് ആണ്. സി ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് വൈ ലൈനിലും സി താഴെയും വരും. ഡി ഈസ് 20 mm ബിലോ എച്ച് പി. അപ്പോൾ ഡി ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് താഴെ വന്നു. 15 mm ബിഹൈൻഡ് വി പി എന്നുള്ളതുകൊണ്ട് ഈ രീതിയിലാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് വരച്ചവർക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. 8 മാർക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. എക്സ് വൈ ലൈൻ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കണം. ഇനി ഞാനൊരു ഷോർട്ട് കട്ട് മെത്തേഡ് കാണിച്ചിട്ടാണ്, അതായത് കുറച്ച് ടേംസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആൾറെഡി കൺസെപ്റ്റ് കറക്റ്റായിട്ട് അറിയുന്നവർ ഇത് മൈൻഡ് ചെയ്യേണ്ട, അവർ ഈ ഭാഗം സ്കിപ്പ് ചെയ്യുക എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്, പ്രത്യേകിച്ച് മെക്കാനിക്കൽ സിവിൽ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ. അതായത് ഈ ഒരു ഏരിയ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് പറയാവുന്നതാണ്. അതായത് ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് പിനെ കുറിച്ച് ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഫ്രണ്ട് വ്യൂവിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും. ക്വസ്റ്റ്യനിൽ എബോ എച്ച് പി, ബിലോ എച്ച് പി, ഓൺ എച്ച് പി എന്ന് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് വ്യൂ അടയാളപ്പെടുത്താനുള്ള കാര്യങ്ങളായിരിക്കും. ഇനി ക്വസ്റ്റ്യനിൽ വെർട്ടിക്കൽ പ്ലെയിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ടോപ്പ് വ്യൂ അടയാളപ്പെടുത്താനുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി, എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ എ ഡാഷ് വെച്ചിട്ടും സ്മോൾ ലെറ്റർ എ ഡാഷ് വെച്ചിട്ടും ടോപ്പ് വ്യൂ സ്മോൾ ലെറ്റർ എ വെച്ചിട്ടാണ് അടയാളപ്പെടുത്തുക എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ ഈ ഒരു കാര്യം അതേപോലെ പഠിക്കുക. എബോ എച്ച് പി ആണെന്നുണ്ടെങ്കിൽ പോയിന്റ് എവിടെ ആയിരിക്കും വരുന്നുണ്ടാവുക, എബോ എക്സ് വൈ ലൈൻ. ബിലോ എച്ച് പി ആണെന്നുണ്ടെങ്കിൽ ബിലോ എക്സ് വൈ ലൈൻ ആയിരിക്കും. ഓൺ എച്ച് പി അല്ലെങ്കിൽ ഇൻ എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് എവിടെ ആയിരിക്കും വരുന്നുണ്ടാവുക, എക്സ് വൈ ലൈനിൽ തന്നെ ആയിരിക്കും ആ പോയിന്റ് വരുന്നുണ്ടാവും. ഇതൊക്കെ എച്ച് പിനെ കുറിച്ച് പറയുന്നത് ഫ്രണ്ട് വ്യൂ കിട്ടാനുള്ള കാര്യങ്ങളായിരിക്കും. ഇനി വി പിനെ കുറിച്ച് പറയുന്നതൊക്കെ ടോപ്പ് വ്യൂവിന്റെ പോയിന്റ് കണ്ടെത്താനുള്ള കാര്യങ്ങളായിരിക്കും ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു കഴിഞ്ഞാൽ 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് എവിടെ ആയിരിക്കും വരുന്നുണ്ടാവുക, 10 mm ബിലോ എക്സ് വൈ ലൈനിലായിരിക്കും നമ്മളെ പോയിന്റ് വരുന്നുണ്ടാവുക. ബിഹൈൻഡ് വി പി എന്നാണെങ്കിൽ എവിടെ ആയിരിക്കും, എബോ എക്സ് വൈ ലൈൻ ആയിരിക്കും. ഓൺ വി പി അല്ലെങ്കിൽ ഇൻ വി പി എന്നാണെന്നുണ്ടെങ്കിൽ എക്സ് വൈ ലൈനിലായിരിക്കും പോയിന്റ് വരുന്നുണ്ടാവും. അങ്ങനെ വെച്ചാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നേരത്തെ നമ്മൾ ഓൾറെഡി ചെയ്താണ്, ഒന്നുകൂടെ പറയും. പോയിന്റ് എ എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. അതിന് 2 പോയിന്റ് നമ്മൾ കണ്ടെത്തണം, ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ. 20 mm എബോ എച്ച് പി എന്ന് പറഞ്ഞു. അപ്പോൾ എച്ച് പിനെ കുറിച്ച് പറയുന്നത് ഫ്രണ്ട് വ്യൂ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഫ്രണ്ട് വ്യൂവിനെ കുറിച്ച് എബോ എച്ച് പി ആണെന്നുണ്ടെങ്കിൽ പോയിന്റ് എവിടെ ആയിരിക്കും വരുന്നുണ്ടാവുക, എബോ എക്സ് വൈ ലൈൻ ആയിരിക്കും. അപ്പോൾ എക്സ് വൈ ലൈനിന് 20 mm മുകളിലേക്ക് എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് എടുക്കുക, ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, അതിന് എന്ത് പേര് കൊടുക്കുക, എ ഡാഷ്. കാരണം ഫ്രണ്ട് വ്യൂ ആണ്, 20 mm ഡയമെൻഷനും ചെയ്യുക. ഓക്കെ. ഇനി വി പിനെ കുറിച്ച് പറയുന്നത് ടോപ്പ് വ്യൂ ആയിരിക്കും. അതായത് ഫ്രണ്ട് വ്യൂവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടോപ്പിനെ കുറിച്ചായിരിക്കും പറയുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കുക, വി പിനെ കുറിച്ച് പറയുന്നത് ടോപ്പ് വ്യൂ ആണ്. എന്താ വി പിനെ കുറിച്ച് എന്താ പറഞ്ഞത് നോക്കുക. ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. 25 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പോൾ വി പിനെ കുറിച്ച് ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് എവിടെ ആയിരിക്കും വരുന്നുണ്ടാവുക, ബിലോ എക്സ് വൈ ലൈൻ ആയിരിക്കും. അപ്പോൾ 25 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 mm താഴെയാണ് പോയിന്റ് വരിക. അപ്പോൾ എക്സ് വൈ ലൈനിൽ 25 mm താഴേക്ക് ഡിസ്റ്റൻസ് എടുക്കുക, എ എന്ന് പറഞ്ഞൊരു പോയിന്റ് മാർക്ക് ചെയ്യുക, 25 എന്ന് പ്രോപ്പറായിട്ട് ഡയമെൻഷൻ ചെയ്യുക, സ്മോൾ ലെറ്റർ എ എന്ന് എഴുതി കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ. അപ്പോൾ ഈ രീതിയിലാണ് ഓരോ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്. ഇത് പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് ചോദിച്ചാൽ മതി.
പ്രോപ്പറായിട്ട് ഒരു ഐഡിയ ഇല്ലാത്തവർ മാത്രം ഇതെന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ പാർട്ട് ബിയിലെ 6ാമത്തെയും 7ാമത്തെയും ക്വസ്റ്റ്യൻസ് വരുന്നത് പ്രൊജക്ഷൻ ഓഫ് സ്ട്രൈറ്റ് ലൈൻ ആണ്. അത് അത്ര ഈസി ആയിട്ടുള്ള ഏരിയ അല്ല. യൂഷ്വലി ഒരു ക്വസ്റ്റ്യൻ എളുപ്പമുള്ളതും ഒരു ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടുള്ളതുമാണ് ചോദിക്കുക. 6ാമത്തെ ക്വസ്റ്റ്യൻ കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ളതും 7ാമത്തത് ബുദ്ധിമുട്ടാണ് ചോദിക്കാറുള്ളത്. ചില സമയത്ത് രണ്ടും ബുദ്ധിമുട്ടായിട്ട് ചോദിക്കാറുണ്ട്. എനിവേ ഈ ഒരു ഏരിയ സ്ട്രോങ് ആയിട്ടുള്ളവർ മാത്രം ഇതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അല്ലാത്തവർക്ക് എന്ത് ചെയ്താൽ മതി, പാർട്ട് ബിയിലെ മൊഡ്യൂൾ 1ന്റെ ക്വസ്റ്റ്യൻസും പ്രൊജക്ഷൻ ഓഫ് പോയിന്റും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പാർട്ട് ബി കംപ്ലീറ്റ് ആയി. ഈ 2 ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇത് നന്നായിട്ട് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം. ഏതായാലും ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണതൊന്ന് നമ്മളൊന്ന് ഫാസ്റ്റായിട്ട് പറയുന്നതായിരിക്കും. പ്രൊജക്ഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈന് കമ്പാരിറ്റീവ്ലി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. കുറേ കേസുകളുണ്ട്. അതിൽ തന്നെ ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഈ 2 ക്വസ്റ്റ്യൻ ഒന്ന് വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു പോകാം. ഇവിടെ ഇപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞുള്ളത് എ ലൈൻ എം എൻ 70 mm ലോങ് എന്ന് പറഞ്ഞു. അപ്പോൾ 70 mm ലോങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ട്രൂ ലെങ്ത് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ലൈസ് ഇൻ വി പി, അതായത് ലൈന് കിടക്കുന്നത് വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. ആൻഡ് എം ഇൻ ബോത്ത് എച്ച് പി ആൻഡ് വി പി. ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് 35 degree ടു എച്ച് പി. ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് ലൈൻ. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എം എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് ഹൊറിസോണ്ടൽ പ്ലെയിനിലും വെർട്ടിക്കൽ പ്ലെയിനിലുമാണ് കിടക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓൺ എച്ച് പി ആണെന്നുണ്ടെങ്കിൽ പോയിന്റ് ആയിരിക്കും, എക്സ് ലൈൻ ആയിരിക്കും. ഓൺ വി പി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അതും എക്സ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എം എന്ന് പറഞ്ഞ പോയിന്റും, അതായത് എം എന്ന് പറഞ്ഞ പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും കിടക്കുന്നത് എം ഡാഷും അതുപോലെ തന്നെ എമ്മും എവിടെയാണ് കിടക്കുന്നത്, എക്സ് വൈ ലൈനിലാണ് കിടക്കുന്നത്. അതെന്താ അവിടെ പറഞ്ഞു, എൻ്റെ എം ഈസ് ഓൺ ബോത്ത് എച്ച് പി ആൻഡ് വി പി എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, എ ഡാഷ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ താഴെ മാത്രമേ ആര് വരുള്ളൂ, എ വരുള്ളൂ. ബി ഡാഷ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ നേരെ താഴെ മാത്രമേ ആര് വരുള്ളൂ, ബി വരുള്ളൂ. അപ്പോൾ ഇവിടെ അതേപോലെ ആണെന്നുണ്ടെങ്കിൽ എം ഡാഷിന് നേരെ താഴെ ആര് വരാൻ പാടുള്ളൂ, എം വരാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എം ഡാഷ് എം എന്ത് ചെയ്യണം, ഒരുമിച്ച് വരണം. ഇവിടെ എം ഡാഷ് എം എന്താണ്, ഒരുമിച്ചാണ്. ഇനി എൻ ഡാഷ് എന്ന് പറഞ്ഞൊരു പോയിന്റ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ താഴെ ആയിട്ട് മാത്രമേ ആര് വരുള്ളൂ, എൻ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് വരുള്ളൂ. അപ്പോൾ ഇവിടെ പറയുള്ളത് ആക്ച്വലി ലൈൻ ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി എന്ന് പറഞ്ഞ കേസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ കേസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ലൈൻ ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട് വ്യൂ എ ബി എന്ന് പറഞ്ഞ ലൈൻ ആണെങ്കിൽ ഫ്രണ്ട് വ്യൂ ഇങ്ങനെ ഒരു ലൈൻ വരും. ഇവിടെ θ° ആംഗ്ലിനേഷൻ ഉണ്ടാവും. അതിൻ്റെ ടോപ്പ് വ്യൂ നേരെ താഴെ ആയിട്ട് ഒരു ലൈനാണ് വരിക. അതായത് 2 എൻഡ് പോയിന്റ്സ് നമ്മൾ എ ബി എന്ന് പറഞ്ഞൊരു ലൈനായിരിക്കും ടോപ്പ് വ്യൂ വരുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫിഗർ വരിക. അപ്പോൾ ഫിഗറിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. ഇനി ആ ഫിഗറിലേക്ക് എത്തിയാൽ മതി. അതിൽ തന്നെ എം ഡാഷ് എം എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് ഓൾറെഡി കിട്ടി. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് 35 degree ഇൻക്ലൈൻ ടു എച്ച് പി. അപ്പോൾ ഈ എം ഡാഷ് എം എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് എന്ത് ചെയ്യുക, 35 degree ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഈ ലൈനിൻ്റെ ഡിസ്റ്റൻസ് നിങ്ങൾ ട്രൂ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത് എത്രയാണ്, 70 mm എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ 70 mm എം ഡാഷ് നിന്ന് 35 degree ഇൻക്ലൈൻഡ് ആയിട്ട് 70 mm എന്ത് ചെയ്യുക, ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ആ 70 mm ആ ലൈൻ അവസാനിക്കുന്ന പോയിന്റ് എന്തായിരിക്കും, എൻ ഡാഷ് ആയിരിക്കും. ഇനി എൻ ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, എൻ ഡാഷിന് നേരെ താഴെ മാത്രമേ ആര് വരുള്ളൂ, എൻ വരുള്ളൂ. അപ്പോൾ ഈ എം എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് എന്ത് ചെയ്യുക, ഒരു ലൈൻ വരയ്ക്കുക. ഈ എൻ ഡാഷിന് നേരെ താഴത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ വരുന്നത്. അപ്പോൾ എൻ ഡാഷിന് എന്ത് ചെയ്യുക, നേരെ താഴത്തേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഈ പോയിന്റ് ആയിരിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻ. അപ്പോൾ എം ഡാഷ് എൻ ഡാഷ് എന്നുള്ള ഫ്രണ്ട് വ്യൂ നമ്മൾ വരച്ചു, എം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പ് വ്യൂ വരച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ. ഇതിൻ്റെ ഫൈനൽ ഫിഗർ ഈ രീതിയിലാണ് വരിക, എം ഡാഷ് എൻ ഡാഷ് എം എൻ എന്നുള്ള രീതിയിൽ ഈ രീതിയിലാണ് വരിക. പ്രോപ്പറായിട്ട് ഡയമെൻഷനും കൂടെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും, കറസ്പോണ്ടിങ് ആയിട്ട് 8 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒന്ന് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് ചെക്ക് ചെയ്യുക, വേഗം പറഞ്ഞു പോവാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ലൈനിലെ ഒന്നുകൂടെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് ടഫായിട്ടുള്ള രീതിയിലാണ് യൂഷ്വലി ചോദിക്കാറുള്ളത്. ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി എന്ന് പറഞ്ഞ കേസിൽ നിന്ന് റെയർ ആയിട്ടാണ് ചോദ്യം ചോദിക്കാറുള്ളത്. യൂഷ്വലി ഒരു സിമ്പിൾ ക്വസ്റ്റ്യനും കുറച്ചൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലാണ് കണ്ടുവരാറ്. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. എ ലൈൻ പി ക്യു 60 mm ലോങ്. അപ്പോൾ പി ക്യുവിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ലെങ്ത് ആണ് ഇവിടെ തന്നുള്ളത്. എത്രയാണ്, പി ക്യുവിൻ്റെ ഒറിജിനൽ ലെങ്ത് 60 എന്നുള്ളത് കറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി പി എന്ന് പറഞ്ഞ പോയിന്റ് 20 mm above എച്ച് പി. പി വൺ ആൻഡ് പി ഈസ് 20 mm above എച്ച് പി, 20 mm above എച്ച് പി ആൻഡ് 35 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നും ക്വസ്റ്റ്യനിൽ തന്നു. പിയുടെ 2 കാര്യങ്ങൾ തന്നു. പിന്നെന്താ, ലൈൻ ഈസ് പാരലൽ ടു എച്ച് പി എന്ന് തന്നിട്ടുണ്ട്. ദ ഫ്രണ്ട് വ്യൂ ഹാസ് എ ലെങ്ത് ഓഫ് 50 mm. ഫ്രണ്ട് വ്യൂ ഹാസ് എ ലെങ്ത് ഓഫ് 50 mm. അപ്പോൾ ഫ്രണ്ട് വ്യൂ ലെങ്ത് അഥവാ പി ഡാഷ് മുതൽ ക്യൂ ഡാഷ് വരെ ലെങ്ത് ആണ് എന്ത്, ഫ്രണ്ട് വ്യൂ ലെങ്ത്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ട് എത്രയാണ്, 50 mm ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ട്. ക്വസ്റ്റ്യനിൽ കണ്ടെത്താൻ പറഞ്ഞത് ഫൈൻഡ് ഈസ് ട്രൂ ഇൻക്ലിനേഷൻ, അതായത് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ചെരിവ് എത്ര അല്ലെങ്കിൽ അതിൻ്റെ ട്രൂ ഇൻക്ലിനേഷൻ ആണ് നിങ്ങൾ ക്വസ്റ്റ്യനിൽ കണ്ടെത്താൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കേസ് പാരലൽ ടു എച്ച് പി ആൻഡ് ഇൻക്ലൈൻ ടു വി പി എന്ന് പറഞ്ഞിട്ടുള്ള കേസിന് എക്സാമ്പിളാണ്. കാരണം പാരലൽ ടു എച്ച് പി എന്ന് ഇവിടെ തന്നു.
അപ്പോൾ സ്വാഭാവികമായിട്ടും പാരലൽ ടു എച്ച് പി ആണെന്നുണ്ടെങ്കിൽ ഇൻക്ലിനേഷൻ ഉണ്ടാവുക വെർട്ടിക്കൽ പ്ലെയിൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് എല്ലാ മെത്തേഡും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫൈനൽ ആൻസറിൻ്റെ ഫിഗർ എങ്ങനെയാണ് വരിക എന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഓരോ കേസിൻ്റെയും ഫൈനൽ ഫിഗർ എങ്ങനെ വരിക എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം. അപ്പോൾ ലൈൻ ഇൻക്ലൈൻഡ് ടു വെർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് പാരലൽ ടു എച്ച് പി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒരു ഹൊറിസോണ്ടൽ ലൈനിലായിരിക്കും, ടോപ്പ് ഇത്തരത്തിലുള്ള ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻ എന്നുള്ള രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. ഈ ആംഗിൾ ഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആംഗിൾ കണ്ടെത്താനാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെന്തായിരിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി ഡാഷ് ക്യൂ ഡാഷ് പി ക്യൂ. നമുക്ക് പി ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലെങ്ത്തും തന്നിട്ടുണ്ട്, പി ഡാഷ് ക്യൂ ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലെങ്ത്തും നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് എവിടെ വരിക എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഒക്കെ വരച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ആംഗിൾ എത്തിയെന്ന് മെഷർ ചെയ്യലാണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ കടമ. അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക, ഒരു എക്സ് വൈ ലൈൻ വരയ്ക്കുക. ആദ്യം ഒരു എക്സ് വൈ ലൈൻ വരയ്ക്കുക. പിന്നെ പിയുടെ രണ്ട് കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. 20 mm എബോ എച്ച് പി, 35 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 20 mm എബോ എച്ച് പി ആണെന്നുണ്ടെങ്കിൽ പി ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് 20 mm മുകളിലാണ്. ഷോർട്ട് കട്ട് മെത്തഡോ അല്ലാതെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും 20 mm മുകളിൽ പി ഡാഷ് വരും. 35 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഡാഷിന് നേരെ താഴെ എക്സ് വൈ ലൈനിൽ നിന്ന് 35 mm താഴെയായിട്ട് ഏത് പോയിന്റ് വരുന്നുണ്ടാവും, പി എന്ന് പറഞ്ഞ പോയിന്റ് വരുന്നുണ്ടാവും. പി ഡാഷിന് നേരെ താഴെ പി വരുള്ളൂ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ രണ്ട് പോയിന്റ് എന്ത് ചെയ്തു കണ്ടെത്തി. ഇനി ഫ്രണ്ട് വ്യൂ ലെങ്ത് 50 mm ആണ് നമുക്ക് ക്വസ്റ്റിൽ നിന്ന്. എന്താ ഫ്രണ്ട് വ്യൂ ലെങ്ത് 50 mm ആണ് ക്വസ്റ്റിൽ നിന്ന്. ഫ്രണ്ട് വ്യൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, പി ഡാഷ് നിന്ന് ക്യൂ ഡാഷിലേക്കുള്ള ദൂരം അഥവാ ഈ ലൈൻ. അപ്പോൾ എന്ത് ചെയ്യുക, പി ഡാഷ് നിന്ന് ഒരു 50 mm ലെങ്ത് എടുത്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഏത് പോയിന്റ് കിട്ടും, ക്യൂ ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടും. പിന്നെ ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ പി ഡാഷിന് നേരെ താഴെ നമുക്ക് പി കിട്ടി. ഇനി ക്യൂ എവിടെ ആയിരിക്കും, ക്യൂ ഡാഷിന് നേരെ താഴെ മാത്രമായിട്ടായിരിക്കും ഏത് പോയിന്റ് വരിക, ക്യൂ വരിക. അപ്പോൾ എന്ത് ചെയ്യുക, ക്യൂ ഡാഷിന് നേരെ താഴേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഈ ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും ഏത് പോയിന്റ് വരിക, ക്യൂ വരിക. ക്യൂ ഡാഷിന് നേരെ താഴെ ഏത് പോയിന്റ് വരുള്ളൂ, ക്യൂ വരുള്ളൂ. പിന്നെ നമുക്കറിയാം പി മുതൽ ക്യൂ വരെയുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ, അതായത് ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് ആണ് ട്രൂ ലെങ്ത് വരിക. അത് 60 ആണ് ക്വസ്റ്റ്യനിൽ തന്നത്. അപ്പോൾ പിയിൽ നിന്ന് ക്യൂയിലേക്ക്, അതായത് ഇവിടെ എന്ത് ചെയ്യുക, കോമ്പസ് പ്ലേസ് ചെയ്യുക. എന്നിട്ട് 60 mm ഡിസ്റ്റൻസ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. അതായത് പിയിൽ നിന്ന് ഈ ലൈനിലേക്ക് 60 mm ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ഏത് പോയിന്റ് കിട്ടും, പി ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഈ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടും. എന്നിട്ട് പരസ്പരം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, പി ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ലൈനായി. അതായത് ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടിയത് എങ്ങനെയാണ് ഒന്നുകൂടെ പറയുന്നു. ക്യൂ ഡാഷിന് താഴേക്ക് വെറുതെ ഒരു ലൈൻ വരച്ചിടുക, കാരണം അതിൽ എവിടെയെങ്കിലും ഏത് പോയിന്റ് വരുള്ളൂ, ക്യൂ വരുള്ളൂ. പിയിൽ നിന്ന് ക്യൂയിലേക്കുള്ള ദൂരം 60 ആണ്, അതാണ് ട്രൂ ലെങ്ത്. ട്രൂ ലെങ്ത് 60 ആണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. 60 mm ലോങ് എന്ന് പറഞ്ഞാൽ അത് ട്രൂ ലെങ്ത് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, പിയിൽ കോമ്പസ് പ്ലേസ് ചെയ്യുക, 60 mm ലെങ്ത് എടുക്കുക, ഈ ലൈനിൽ കൊണ്ടുപോയി കട്ട് ചെയ്യുക. അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് എന്ത് ചെയ്തു കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ നിങ്ങളോട് പണ്ടത്തെ പറഞ്ഞുള്ള എന്താണ്, ട്രൂ ഇൻക്ലിനേഷൻ ആണ്. അതായത് ഈ ആംഗിൾ എത്ര എന്നുള്ള എന്ത് ചെയ്യുക, പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ 8 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ആൻസർ ഒന്ന് കാണിച്ചു തരാം. ഈ രീതിയിലാണ് അതിൻ്റെ ആൻസർ വരുന്നുണ്ടാവുക. പി ഡാഷ് ക്യൂ ഡാഷ് 20, 35 എന്നൊക്കെ ഡയമെൻഷൻ ചെയ്യണം. ആ ആംഗിൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ 35 ഡിഗ്രി എന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. 36 അല്ല, 35 ഡിഗ്രി ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 8ൽ 8 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് ചോദിച്ചാൽ മതി. അപ്പോൾ പാർട്ട് ബി നമ്മൾ ക്ലോസ് ചെയ്യണം. ഇനി പാർട്ട് സി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ പാർട്ട് സിയിൽ വരുന്നതാണ്. മൊഡ്യൂൾ 3 എന്നും മൊഡ്യൂൾ 4 എന്നും മാത്രമാണ് പാർട്ട് സിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. 15 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ടാവും. അപ്പോൾ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വളരെയധികം ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. ഈ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഈ വർഷം 2022 ചോദിച്ചിട്ടുള്ള വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിക്കലാണ് ആദ്യം ചെയ്യുന്നത്. എന്താണ്, ഡ്രോ ഫ്രണ്ട് വ്യൂ ആൻഡ് റൈറ്റ് സൈഡ് വ്യൂ ഓഫ് ദ ഗിവൺ ഫിഗർ. ഏതൊക്കെ വ്യൂസാണ് വരയ്ക്കാൻ പറഞ്ഞുള്ളത്, ഫ്രണ്ട് വ്യൂവും അതുപോലെ തന്നെ റൈറ്റ് സൈഡ് വ്യൂ ആണ് വരയ്ക്കാൻ പറ്റുന്നത്. ഫ്രണ്ട് വ്യൂ, റൈറ്റ് സൈഡ് വ്യൂ. കൂടുതലും ക്വസ്റ്റ്യൻ എടുക്കുന്ന ആൾ റൈറ്റ് സൈഡ് വ്യൂ വരച്ചിട്ട് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഡ്രോയിങ് ഷീറ്റാണ് നോക്കുക, ഇതൊരു ഡ്രോയിങ് ഷീറ്റ്, മുകളിൽ ഡ്രോയിങ് ഷീറ്റ്. നിങ്ങൾ എന്ത് ചെയ്തു, ഫ്രണ്ട് വ്യൂ ആദ്യം അടിപൊളിയായിട്ട് ഇവിടെ കൊണ്ടുപോയി വരച്ചു. പിന്നെ ആയിരിക്കും നിങ്ങൾ നോക്കുന്നുണ്ടാവുക റൈറ്റ് സൈഡ് വ്യൂ ആണ് വരയ്ക്കാനുള്ളത്. അപ്പോൾ പിന്നെ ഡ്രോയിങ് ഷീറ്റിൽ ഇവിടെ ഇടതുവശത്ത് സ്പേസ് ഉണ്ടാവുമോ, ഇല്ല. അപ്പോൾ നിങ്ങൾ വരക്കുന്നതൊക്കെ തെറ്റും. എവിടെയെങ്കിലും കൊണ്ടുപോയി വരച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല എന്നുള്ളതാണ് ഈ 15 മാർക്കിൻ്റെ ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. പ്രോപ്പറായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ത്, നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നതും ആക്ച്വലി അത് അറിയാൻ വേണ്ടി. അതായത് ഫ്രണ്ട് വ്യൂവിൻ്റെ നേരെ താഴെ മാത്രമേ ആരെ വരയ്ക്കാൻ പാടുള്ളൂ, ടോപ്പ് വ്യൂ. ഫ്രണ്ട് വ്യൂവിൻ്റെ റൈറ്റ് സൈഡിൽ വരയ്ക്കുന്നത് ലെഫ്റ്റ് സൈഡ് വ്യൂ, അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കുന്നത് റൈറ്റ് സൈഡ് വ്യൂ ആയിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് നമ്മൾ യൂഷ്വലി വരയ്ക്കാറുള്ളത്. അല്ലെങ്കിൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ പ്രകാരം അങ്ങനെ മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്കും കിട്ടില്ല. ഇതിൻ്റെ ആൻസർ ഈ രീതിയിലാണ് വരിക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ ആൾറെഡി സോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ ഇത് തിരിച്ചാണ് യൂഷ്വലി ചെയ്യാൻ വരാറ്. അതായത് ഈ 2D ചിത്രം തന്നിട്ട് 3D വരയ്ക്കാനാണ് ചോദിക്കാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം വളരെ എളുപ്പമുള്ള ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതിൽ ഇത്രയും കാര്യങ്ങൾ ഈ സംഭവം മാത്രം കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ
15 മാർക്കാണ് കിട്ടാറുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 മാർക്കിൻ്റെ സെഷൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് വളരെയധികം പെട്ടെന്ന് വളരെ ആദ്യത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനായിട്ട് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഈ ഒരു പോർഷൻ്റെ പ്രത്യേക ചില സമയത്ത് വളരെ എളുപ്പമുള്ള രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതുപോലെ. ചില സമയത്ത് വളരെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ആവറേജ് ലെവലായിരിക്കും. ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, വരച്ചു വെക്കുക. ഇതിൽ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്താൻ തന്നാൽ മതി. അതായത് ഇവിടുന്ന് നോക്കുമ്പോൾ ഇത് കുറച്ച് ചെരിഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ചില ആളുകൾ എന്ത് ചെയ്യും, ഇതേ രീതിയിൽ ചെരിച്ച് വരച്ചു വെക്കും. അത് ഭൂലോക മണ്ടത്തരം എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അതായത് ഓർത്തോഗ്രാഫി പ്രൊജക്ഷനിൽ ഇപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ ഒരു ഒബ്ജക്റ്റ് നിങ്ങൾ കയ്യിലെടുത്ത് അതിൻ്റെ എക്സാക്ട് ഫ്രണ്ട് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഡയമെൻഷനായിട്ട് കാണുന്ന ഒരു ചിത്രം വരയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഈ രീതിയിലാണ് വരിക. ഇങ്ങനെ ചെരിച്ചിട്ടൊക്കെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ നോക്കുന്ന ആൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇതിനെ പറ്റി ഒരു ധാരണയില്ല. അപ്പോൾ ആ രീതിയിൽ ആ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുക. ഏതൊരു ചിത്രം കണ്ടാലും നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ 2D ആയിട്ടാണ് ഞാൻ വരക്കുന്നത്. ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ എനിക്ക് നേരെയാണ് കാണാൻ പറ്റുന്നുണ്ടാവുക. അതേപോലെ ഇതിൻ്റെ നിഴൽ കാണുന്ന പോലെ അല്ലെങ്കിൽ ഒരു പ്ലെയിനിലേക്ക് അതിനെ പ്രൊജക്റ്റ് ചെയ്യുകയാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിൽ കണ്ടിട്ട് ആ രീതിയിൽ വേണം പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ, ആൻസർ ചെയ്യാൻ. ഡയമെൻഷൻസും കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ 15 മാർക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ പാർട്ട് സിയിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ യൂഷ്വലി ഇത്തരത്തിൽ ഏതെങ്കിലും 2 വ്യൂസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കാറുള്ളത്. ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ റൈറ്റ് സൈഡ് വ്യൂ. ഫ്രണ്ട് വ്യൂ റൈറ്റ് സൈഡ് വ്യൂ ആകുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഓർക്കുക, ഫ്രണ്ട് വ്യൂ വരച്ചതിന് ശേഷം ഇടത് വശത്ത് ലെഫ്റ്റ് സൈഡിൽ സ്പേസ് ഉണ്ടെങ്കിലേ റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കാൻ പറ്റുള്ളൂ. ആ സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് നഷ്ടമാവും. പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ വർഷം പാർട്ട് സിയിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനും വളരെ എളുപ്പമായി. യൂഷ്വലി ഇവിടെ സെക്ഷണൽ വ്യൂ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുൾ സെക്ഷണൽ വ്യൂ അല്ലെങ്കിൽ ഹാഫ് സെക്ഷണൽ വ്യൂ ഒക്കെ വരയ്ക്കാനാണ് ചോദിക്കുക. പക്ഷേ ഈ വർഷം പരീക്ഷ ചെയ്തവർക്ക് വളരെ എളുപ്പമായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഫ്രണ്ട് വ്യൂ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല. മൊഡ്യൂൾ 3 നിന്നും മൊഡ്യൂൾ 4 നിന്നും ചോദിക്കണമെന്നേ ഉള്ളൂ. മൊഡ്യൂൾ 3 നമുക്ക് 2 കാര്യങ്ങൾ പഠിക്കാൻ, ഇത്തരത്തിൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കാനുള്ള ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻസ് വരയ്ക്കാൻ അറിയണം. അതുപോലെ തന്നെ സെക്ഷണൽ വ്യൂ വരയ്ക്കാൻ അറിയണം. ഈ വർഷം ചോദ്യ പേപ്പറിൽ സെക്ഷണൽ വ്യൂ എന്ന് ചോദ്യങ്ങൾ ചോദിച്ചില്ല. പക്ഷേ അതുപോലെ ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ്, ഫ്രണ്ട് വ്യൂ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. അപ്പോൾ ഫ്രണ്ട് വ്യൂ പ്രോപ്പറായിട്ട് വരയ്ക്കുക. ലെഫ്റ്റ് സൈഡ് വ്യൂ ഫ്രണ്ട് വ്യൂവിൻ്റെ റൈറ്റ് സൈഡിലാണ് വരയ്ക്കേണ്ടത് എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക. ലെഫ്റ്റ് സൈഡ് വ്യൂ കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രണ്ട് വ്യൂവിൻ്റെ റൈറ്റ് സൈഡിലാണ് വരയ്ക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൻ്റെ ആൻസറും ഞാൻ കാണിക്കുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് ചോദിക്കുക. പരീക്ഷയ്ക്ക് നിങ്ങൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. ഇനി കുറച്ച് സമയമാണുള്ളത്, അതിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ യൂഷ്വലി ഐസോമെട്രിക് വ്യൂ എന്നാണ് ചോദിക്കാറുള്ളത്. പാർട്ട് സിയിലെ ആദ്യത്തെ 2 പാർട്ട് വൃത്തിയായിട്ട് പഠിച്ചവർക്ക് ഐസോമെട്രിക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. ചില ആളുകൾക്ക് ഐസോമെട്രിക് വളരെ എളുപ്പമായിരിക്കും. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഐസോമെട്രിക് വ്യൂ അത്ര എളുപ്പമായിരുന്നില്ല. എന്നാലും ഒരുപാട് ഡിഫിക്കൽട്ടും അല്ല, പക്ഷേ ഈസിലി ആൻസറബിൾ അല്ല. ഇതിലും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രണ്ട് വ്യൂവും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ കറസ്പോണ്ടിങ് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു 3D ഫിഗർ വരയ്ക്കാനാണ് ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഞാനിപ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ചോദിക്കുക. ഏതായാലും എക്സാം വളരെ കോൺഫിഡൻ്റ് ആയിട്ടല്ല എന്ത് ചെയ്യുക, എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് വിഷസ്. ടൈം ഓറിയൻറ്റഡ് ആയിട്ട് 1-2 കാര്യങ്ങൾ പറയാം. ടൈം ഓറിയൻറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക. 3 മണിക്കൂർ മാത്രമാണ് സമയമുള്ളത്. 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതെ പരീക്ഷ നിങ്ങൾ പാസ്സാവില്ല എന്നുള്ള രീതിയിൽ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്തായാലും അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ ഒരിക്കലും 15 മാർക്കിന് 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചു, ഞാൻ മൊത്തം ചെയ്തു എന്നുള്ള രീതിയിൽ അഹങ്കരിക്കരുത്. പരമാവധി ക്വസ്റ്റ്യൻസ് പാർട്ട് ബിയിലെയും മിനിമം ഒരു 3 ക്വസ്റ്റ്യൻ എങ്കിലും എന്തായാലും ചെയ്യണം. അങ്ങനെ പരമാവധി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. പരമാവധി മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 1.5 ക്രെഡിറ്റ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ CGPA നിങ്ങൾക്ക് ഗ്രേഡൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. വളരെ ഫ്രീ ആയിട്ട് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. വൺസ് അഗെയിൻ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് വിഷസ്. താങ്ക് യു.